ബദാമും കടുകെണ്ണയും ചേർത്ത വെള്ളത്തിൽ കുളി, ഒരു ദിവസം കഴിക്കുന്നത് 20ഓളം മുട്ടകളും വിവിധ തരം പഴങ്ങളും 5 ലിറ്റർ പാലും. ഇന്ത്യയിലെ ഒരു പോത്തിന്റെ ജീവിത രീതിയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പിന്നെ പോത്ത് എന്ന് കേൾക്കുമ്പോൾ നിസാരമെന്ന് വിചാരിക്കേണ്ട. 23 കോടി രൂപയാണ് ഈ ഭീമനെ സ്വന്തമാക്കാൻ ആളുകൾ വിലപേശുന്നത്. മാത്രമല്ല, പ്രത്യുൽപാദനത്തിനായി എരുമകളെ സഹായിച്ചുകൊണ്ട് മാസത്തിൽ 4 മുതൽ 5 ലക്ഷം രൂപ വരെ വരുമാനവും ഉണ്ടാക്കുന്നുണ്ട് ഈ ഭീമൻ. അധികം മനുഷ്യർക്കും ലഭിക്കാത്ത ഈ രാജകീയ പരിഗണനയിൽ കഴിയുന്ന അൻമോൽ എന്ന ഈ പോത്ത് ഹരിയാനയിലാണുള്ളത്. 1500 കിലോഗ്രാം ഭാരമുണ്ട് അൻമോലിന്റെ ശരീരത്തിന്. മുട്ടയും പാലും ബദാമും ഒക്കെയായി ഒരു സുഖജീവിതം. ആകെ ചെയ്യേണ്ട ജോലി എരുമകളുമായി ഇണചേർന്ന് പ്രത്യുൽപാദനത്തിന് സഹായിക്കുക. പുഷ്കർ മേള, അഖിലേന്ത്യ കർഷക മേള തുടങ്ങിയ പ്രധാന കാർഷിക പരിപാടികളിൽ അൻമോലിനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അൻമോലിന്റെ ആരോഗ്യം നിലനിർത്താനും വളർച്ചയ്ക്കും കരുത്തിനും ഉതകുന്നതുമായ ഉയർന്ന പോഷകമൂല്യമുള്ള ഭക്ഷണക്രമമാണ് ദിവസവും നൽകി വരുന്നത്. ഏകദേശം 1500 രൂപയുടെ ഭക്ഷണം മാത്രം ഒരു ദിവസത്തേക്ക് വേണ്ടിവരും. 250 ഗ്രാം ബദാം, 4 കിലോ മാതളപ്പഴം, 30 വാഴപ്പഴം, 5 ലിറ്റർ പാൽ, 20 മുട്ട എന്നിവ ദിവസവും അൻമോൽ കഴിക്കുന്നുണ്ട്. പക്ഷേ ഈ പതിവ് ഭക്ഷണത്തിന് പുറമെ പിണ്ണാക്ക്, കാലിത്തീറ്റ, നെയ്യ്, സോയാബീൻ, ചോളം തുടങ്ങിയവയും അൻമോലിന്റെ ഇഷ്ടഭക്ഷണമാണ്. ഇനി ശരീരത്തിന്റെ പുറമോടിക്കായുള്ള ചില വില കൂടിയ ഉൽപ്പന്നങ്ങളും ദൈനംദിന ചിലവിൽ വരുന്നതാണ്. ഇതിൽ പ്രധാനമാണ് ചർമ്മത്തിന് തിളക്കവും ആരോഗ്യവും നൽകാൻ ബദാമും കടുകെണ്ണയും ചേർത്തുണ്ടാക്കിയ മിശ്രിതം തേച്ചുള്ള കുളി. ഇതൊന്നും പോരാതെ തന്നെ സ്വന്തം കുടുംബത്തിലെ അംഗത്തെ പോലെ സ്നേഹിക്കുന്ന ഒരു ഉടമയാണ് അൻമോലിനുള്ളത്. ആദ്യം അൻമോലിനൊപ്പം അതിന്റെ അമ്മയെയും കൂടെ ജനിച്ച കുഞ്ഞിനെയും ഇയാൾ തന്നെയാണ് പരിപാലിച്ചിരുന്നത്. എന്നാൽ അൻമോലിനു വേണ്ടി വരുന്ന ചിലവ് വഹിക്കാൻ മറ്റു 2നെയും വിൽക്കേണ്ടി വന്നു. പക്ഷെ അൻമോലിന്റെ അമ്മ പ്രതിദിനം 25 ലിറ്റർ പാൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന റെക്കോർഡ് നേടിയിട്ടുള്ള എരുമയാണ്. भैया कितना इसका वजन है? इसका वजन 1500 kg वजन है। दिनचर्या क्या रहती है भैया, क्या खिलाते हैं, क्या इसका फूड से लेकर ड्राई फूड सब खाता है। दिन का खर्चा इसका 1000 से 1500 का खर्चा है दिन का। मतलब महीने भर के माने तो 30 से 45 हज़ार रुपये करीब हो गया। 40-45 हज़ार रुपये खर्चा है। घुमाते कितनी देर है इसको भैया? इसको 5 किलोमीटर घुमाते हैं। इसकी कीमत कितनी लग चुकी है भैया? इसकी 2 बार पुष्कर में, 1 बार यूपी मेरठ में 23 करोड़ लगा। अभी लास्ट कितनी चल रही है? लास्ट 23 करोड़ लगा। आप बेचना चाहते हो तो? हम इसको बेचना चाहते हैं, हम अपना रेट बताते हैं, हमारा कोई रेट नहीं। हम इसको बेचना चाहते हैं, हमारा दाम। अगर कोई ज़्यादा कीमत में बेचे तो बेचोगे क्या? नहीं। പുനരുൽപാദന ആവശ്യങ്ങൾക്കായി അൻമോലിനെ നൽകുന്നതിനാൽ ചിലവാക്കുന്ന പണത്തിനേക്കാൾ അധികം തിരികെ കിട്ടുന്നുണ്ടെന്നാണ് ഉടമ അവകാശപ്പെടുന്നത്. അൻമോലിന്റെ ബീജം ആഴ്ചയിൽ 2 തവണ വേർതിരിച്ചെടുക്കാറുണ്ട്. ഓരോ വേർതിരിച്ചെടുക്കലിനും 250 രൂപയാണ് വില. അവ ഓരോന്നും 100 കണക്കിന് കന്നുകാലികളുടെ പ്രജനനത്തിനാണ് ഉതകുന്നത്. അങ്ങനെ ഓരോ മാസവും 4 മുതൽ 5 ലക്ഷം രൂപ വരെ വരുമാനമായി ലഭിക്കുന്നുണ്ട്. കാരണം അൻമോലിന്റെ ശാരീരിക ഗുണങ്ങൾ കരുത്തുറ്റ ആരോഗ്യമുള്ള സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കും. അതിനാൽ തന്നെ കർഷകർക്കിടയിൽ അൻമോലിന്റെ സ്ഥാനം വളരെ ഉയർന്നതാണ്. 23 കോടി രൂപ നൽകിപ്പോലും അൻമോലിനെ സ്വന്തമാക്കാൻ പലരും വന്നിട്ടും ഉടമ വിട്ടു നൽകിയില്ല. അവൻ തങ്ങൾക്ക് ഒരു കന്നുകാലി അല്ലെന്നും വീട്ടിലെ ഒരു പ്രധാന അംഗം ആണെന്നുമാണ് ഇവർ പറയുന്നത്.
सिरसा जिला गावस्तु हरियाणा से। भैया कितना इसका वजन है? इसका वजन 1500 kg वजन है। दिनचर्या क्या रहती है भैया, क्या खिलाते हैं क्या? इसका फूड से लेकर ड्राई फ्रूट सब खाता है। दिन का खर्चा इसका 1000 से 1500 का खर्चा है दिन का। मतलब महीने भर के माने तो 30 से 45 हज़ार रुपये करीब हो गया। 40-45 हज़ार का खर्चा है। घुमाते कितनी देर है इसको भैया? इसे 5 किलोमीटर घुमाते हैं। इसकी कीमत कितने लग चुकी है भैया? इसकी 2 बार पुष्कर में, 1 बार यूपी में रिटर्न 23 करोड़ लगा। अभी लास्ट कितनी चल रही है? लास्ट 23 करोड़ लगा। आप बेचना चाहते हो उसको? हम इसको बेचना चाहते हैं, हम अपना रेट बताते हैं, हमारा कोई रेट नहीं है। हम इसको बेचना चाहते हैं, हमारा दाम। अगर कोई ज़्यादा कीमत में बेचे तो बेचोगे क्या? नहीं